ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കുഞ്ഞ് മിനി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡയറി എഴുത്ത് ശീലം തുടങ്ങിയത് പ്രഗ്നൻസി ടൈമിലാട്ടോ. അങ്ങനെ ഇവിടെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് മേമയുടെ വീട്ടിൽ നിന്ന് കസിൻ്റെ ഒരു കോൾ വന്നത്. അങ്ങനെ മേമയുടെ മോനും നിലു ബേബിയും കൂടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ കസിൻസിന് എല്ലാവർക്കും ഏജ് കൂടുന്നു എന്നുള്ളതല്ലാതെ വൈബിന് ഒരു മാറ്റമില്ല കേട്ടോ. നിലു ബേബി സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവർക്കും അവളോട് സംസാരിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. നിലു എന്നെ ഇച്ചിരി കാലം കഴിഞ്ഞ് കാണുന്നോണ്ടായിരിക്കും വീഡിയോക്കൊക്കെ നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ മേമയുടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടികളൊന്നും തുടങ്ങി. ഞങ്ങൾ ഇച്ചിരി വലിപ്പം വെച്ചു എന്നുള്ളതല്ലാതെ കൂടുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിന് എന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നല്ലപോലെ ടയർഡായി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. എന്നെ പിടിച്ചിരുത്തിയിട്ട് എന്തിനുള്ള പരിപാടിയാണെന്തോ. നിലു ബേബി ഫസ്റ്റ് തന്നെ ഇലയൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ അവൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യുദ്ധഭൂമിയിലൊരു പുതിയ പഠനം കൂടെ. നിലു ബേബി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും കൂടെ കഴിക്കാൻ തുടങ്ങി. അടിപൊളി ഫുഡ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. ഈ ടൈമിൽ ഇത്രയും മാങ്ങ കാണുമ്പോൾ കൊതി തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മേമ വേണോന്ന് ചോദിച്ചു, ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കും നല്ല പഴുത്ത മാങ്ങ കിട്ടി. ഇത് പിസ്ത ഫ്ലേവർ ഐസ്ക്രീമിലിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്ന് ഒരുത്തി പറഞ്ഞു. ഞാനത് ടെസ്റ്റ് ചെയ്തു. സംഭവം അടിപൊളിയാട്ടോ. കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ഉച്ചമയക്കത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നിലു ബേബി ഓൾറെഡി സെറ്റാണ്. പിള്ളേരും കൊണ്ട് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു അമ്യൂസ്മെന്റ് പാർക്കിലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. മിനി വ്ളോഗിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വന്നാലോ. ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.